ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ആദ്യ മാതാപിതാക്കൾ ഭൂമിയിലെ സ്വർഗത്തിൽ ഏതേൻ തോട്ടത്തിലാണ് കഴിഞ്ഞിരുന്നത്. പാപം ചെയ്തപ്പോഴാണ് അവർ പുറത്താക്കപ്പെട്ടത്. വീണ്ടും സ്വർഗത്തിന് അവകാശികളായി മാറ്റാനാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ ഈശോയായി അവതരിച്ചത്. പാപം സംഭവിച്ചതുകൊണ്ടാണ്, പാപികളെ രക്ഷിക്കാനാണ് ഈശോ ഈ ഭൂമിയിൽ വന്നത്. അവിടുന്ന് കുരിശിൽ മരിച്ചതും നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടിയാണ്. അവിടുത്തെ ജീവിതകാലത്ത് അനേകം പാപികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും അവരെ നീതിമാന്മാരാക്കി മാറ്റാനും അവിടത്തേക്ക് സാധിച്ചു. അപ്പോൾ ആ പാപികളോട് കാണിക്കേണ്ട മനോഭാവം കരുണ തന്നെയാണ്. തമ്പുരാൻ കരുണയോടെ നമ്മളോട് പെരുമാറുന്നു. കർത്താവേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയുമ്പോൾ ഏത് കൊടും പാപിയും കർത്താവിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുകയാണ്. അവിടുന്ന് ബലിയേക്കാൾ കരുണയും ആഗ്രഹിക്കുന്നുണ്ട്. നല്ല അയൽക്കാരൻ്റെ ഭൂമിയിൽ ബലിയർപ്പിക്കാൻ പോയ പുരോഹിതനും ലേവായനും ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെട്ടില്ല. നല്ല അയൽക്കാരനായി മാറിയ ശമറായനാണ് നീതീകരിക്കപ്പെട്ടത്. കരുണ കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനും ഇന്നത്തെ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുമ്പോൾ അത് ബലിയർപ്പിക്കുന്നതിന് തുല്യമായി മാറുകയാണ്. ബലിയർപ്പണം തീർച്ചയായിട്ടും വേണം, വേണ്ടെന്നല്ല, പക്ഷേ കരുണയും ആവശ്യമാണ്. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.